ഇരിക്കുന്ന രീതി ഞാൻ കാണിക്കാം. പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ ശരീരത്തിന് വേണ്ട സംഭവമാണ് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ. അപ്പൊ ഇത് പ്രീബയോട്ടിക് ആണ്. ഇതിൽ ഉണക്കമീൻ ഇടണോ? നാട്ടുകാര് കാണുന്നതിൽ ചിന്ത വേണം കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ അയ്യേ എന്തൊരു അഴുക്കാണ് എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അത്രേ അറിയാനില്ല, വീഡിയോയിൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. സംഭവം ഒരു ചട്ടിമയക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റേതാണ് അങ്ങനെ കാണുന്നത്. കാരണം എന്നും അടുപ്പ് കത്തിക്കാറില്ല, അടുപ്പ് കത്തിക്കുന്ന ദിവസമാണ് ചട്ടി മയക്കാനായിട്ട് അങ്ങോട്ട് വെക്കുന്നത്. അച്ചാർ ഇടുമ്പോൾ ഞാൻ അച്ചാറുകൾ ഇട്ട ശേഷം നമ്മുടെ ആ അടുപ്പിലാണ് കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അധികം അടുപ്പ് അങ്ങനെ കത്തിക്കാറില്ല. കാരണം ഇത് ഒരു പ്രാവശ്യം നമ്മൾ അടുപ്പ് കത്തിച്ചാൽ ഭയങ്കര ചൂടാണ് അടുപ്പിന്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് അങ്ങനെ കത്തിക്കാറേ ഇല്ല, വല്ലപ്പോഴുമാണ് കത്തിക്കുന്നത്. അതായത് ഒരു 2-3 ദിവസം അച്ചാർ ഇടുന്നില്ല എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ അടുപ്പ് കത്തിക്കാറുള്ളൂ. അപ്പം ഞാൻ അടുപ്പ് കത്തിക്കുമ്പോഴാണല്ലോ ചട്ടിയൊക്കെ മയക്കാൻ വെക്കുന്നത്. ഗ്യാസിനകത്താണെന്നുണ്ടെങ്കിൽ മുതലാവത്തില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ, ചട്ടിയൊക്കെ മേടിച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന്. അരി ഇതുപോലെ അടുപ്പിൽ വെക്കുമ്പോൾ ഞാൻ ആദ്യം തിളയ്ക്കുന്ന വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ മാറ്റും. അന്നത്തെ ദിവസം പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കേണ്ടല്ലോ. എല്ലാ ദിവസവും അതിനൊരു പാത്രം വെള്ളം കണക്കാണ്. രാത്രിയിലും തിളപ്പിച്ചിട്ടിട്ടാണ് കിടക്കുന്നത്. കണക്ക് പറയുവാണെങ്കിൽ അതിന് 2 പാത്രം വെള്ളം ഒരു ദിവസം തിളപ്പിക്കും. അപ്പോൾ ആദ്യം ഈ തിളച്ചത് മാറ്റിയ ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് അരി ഇടുന്നത്. ഞാൻ ഓർത്തില്ലെന്നുള്ള കാര്യം. വീഡിയോ ഇങ്ങനെ ഇച്ചിരിച്ച് എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ മറന്നുപോയിടാ. നാളെ ആവട്ടെ. വിറകി വെട്ടിക്കീറി തല ഭയങ്കര വേദന. അടുപ്പ് കത്തിച്ച് കൈ മൊത്തം കരി. അത് വെട്ടിക്കീറി അതിനെ കുറച്ചുകൂടി ചെറുതാക്കിയതാ. ഭയങ്കര തലവേദന. ഞാൻ പല വ്ളോഗുകളിലും കാണിച്ചിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന്. അത് കത്തിക്കേണ്ടതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ കത്തിച്ചാൽ വളരെ നല്ല അടുപ്പാണ് കേട്ടോ. ചൂടായാൽ പിന്നെ വിറകിൻ്റെ ആവശ്യമില്ല, നല്ല ചൂടാണ്, വളരെ നല്ല അടുപ്പാണ്. ഞാൻ വിശദമായിട്ട് അതേക്കുറിച്ച് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഭിത്തിയുടെ സൈഡിൽ കരി കാണുന്നത് അതൊരു വലിയൊരു കഥയാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഒരു ഓർഡർ കിട്ടിയായിരുന്നു ഗുഡ് ഫ്രൈഡേക്ക് അടൂരൊരു ചർച്ചിലേക്ക് മാങ്ങാച്ചാർ കൊടുക്കാനായിട്ട്. അപ്പോൾ 18-19 കിലോ മാങ്ങ ഞാൻ എടുത്തായിരുന്നു കേട്ടോ അച്ചാറിടാനായിട്ട്. അന്നേരം അതിൽ നിന്ന് ഒരു 12 കിലോ അച്ചാർ കിട്ടി. അപ്പോൾ 12 കിലോ മാങ്ങയെന്ന് കൂട്ടാം. അപ്പോൾ അത് അച്ചാർ ഇടാനായിട്ട് എൻ്റെ വലിയ അണ്ടാവുണ്ടല്ലോ, അതെടുത്തെങ്കിലേ പറ്റത്തുള്ളായിരുന്നു, സാധാ ഉരുളി പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ അണ്ടാവ് ഞാൻ അച്ചാറിടുന്നത് വർക്ക് ഏരിയയിലാണ്, ഈ അടുപ്പിനകത്തല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ അണ്ടാവ് അവിടുന്നേ ഈ മാങ്ങ 12 കിലോയുടെ വെയിറ്റ്, അണ്ടാവിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് അവിടുന്ന് എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വിറകടുപ്പയിൽ തന്നെ ചെയ്യാം, എന്നിട്ട് അപ്പുറത്ത് അടുപ്പയിലോട്ടൊന്ന് നീക്കി വെച്ചാൽ മതിയല്ലോ എന്നൊക്കെയുള്ള ചിന്തയോടെ അതിനകത്ത് ചെയ്യാനായിട്ട് എൻ്റെ ദൈവമേ ഞാനൊരു 1/2 മണിക്കൂറിട്ട് തീ എരിച്ചിട്ടും എണ്ണയും ചൂടാവുന്നില്ല, കടുകും പൊട്ടുന്നില്ല. തീ എരിഞ്ഞ് അതിൻ്റെ കനൽ പുറത്ത് വരാൻ തുടങ്ങി. എന്നിട്ടും ഇതങ്ങോട്ട് ചൂടാവുന്നില്ല. കാരണം ഈ വലിയ പാത്രങ്ങൾ ഈ അടുപ്പിൽ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ സാധാ വിറകടുപ്പിൻ്റെ കൂട്ടല്ലല്ലോ ഇത്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, ജോസൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നമുക്ക് റിസ്ക് എടുത്ത് ആ ഉണ്ടാവും പുറത്ത് തന്നെ വർക്ക് ഏരിയ കൊണ്ടാവുന്നു. ഭയങ്കര ചൂടല്ലേ ഈ പാത്രം. പക്ഷെ എന്തുകൊണ്ടോ എണ്ണയ്ക്കകത്ത് കടുകും പൊട്ടുന്നില്ല, തീ എല്ലടോ അങ്ങോട്ട് സ്പ്രെഡ് ആവുന്നുമില്ല. ഒരു വിധത്തിൽ ഞങ്ങൾ 2 പേരും കൂടെ അത് ഉണ്ടാവും പുറത്ത് വർക്ക് ഏരിയയിലെ സ്റ്റൗവിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ഭയങ്കരമായിട്ട് കനൽ കിടക്കുന്നത് കൊണ്ട് ജോസൻ പെട്ടെന്ന് വിറക് പിരിച്ച് മുറ്റത്തോട്ട് കമ്പെടുത്തെറിഞ്ഞു. ഞാൻ ബാക്കി കനലുകൾ കൊണ്ടിടാൻ മുറ്റത്തോട്ട് പോയതും ഈ വിറകിനകത്ത് ചവിട്ടി എൻ്റെ കാലിൻ്റെ വെള്ളയിൽ നിന്ന് ഷീന്നൊരു സൗണ്ട് കേട്ട് മാംസം എല്ലാം കൂടെ കത്തിയത്. അത്രയ്ക്ക് പൊള്ളിപ്പോയി. ഞാൻ പെട്ടെന്ന് അറിയാലോ, വൂണ്ട് ഹീലിംഗ് ക്രീമാണ് ഞങ്ങളുടെ ഇവിടുത്തെ എൻ്റെ ഏക രക്ഷാമാർഗം വൂണ്ട് ഹീലിംഗ് ക്രീമാണ്. അതിട്ട് കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം കുറേ ഇരുന്ന് കരഞ്ഞു. പക്ഷെ എത്ര വലിയ പൊള്ളലാണേലും ഈ വൂണ്ട് ഹീലിംഗ് ക്രീം ഇട്ട് ഒരിച്ചിരി കഴിയുമ്പോഴേ ആ വേദന അങ്ങ് മാറും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ആ കാലം കൊണ്ടാണ് ഞാൻ ബാക്കി അച്ചാറൊക്കെ ഇട്ടത്. ഇതെനിക്ക് ഓർഡർ തന്ന ആളിൻ്റെ അടുത്ത് ഞാൻ ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ആദ്യമായി അങ്ങനെ ഒരു വലിയ ഓർഡർ, എന്നെ വിശ്വസിച്ച് ഒരു ചർച്ചിലേക്കൊക്കെ ഓർഡർ തരിക എന്ന് പറഞ്ഞാൽ അത് ആദ്യം എനിക്ക് അറിയത്തുമില്ലായിരുന്നു ചർച്ചിലേക്കാണെന്ന് കേട്ടോ. വീട്ടിലേക്കാണെന്ന ദുഃഖവെള്ളിക്ക് കഞ്ഞി കൊടുക്കാനാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് സാധനം കൊണ്ടു കൊടുക്കാറായപ്പോഴാണ് അറിഞ്ഞത് ചർച്ചിലേക്കാണെന്ന്. വണ്ടിക്ക് പൊടിയടിക്കാതിരിക്കാൻ
റോസാൻ്റെ വല ഇലയെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞ് പൂക്കളും പൊഴിഞ്ഞ് തീരാറായപ്പോഴാണ് ജോസാൻ ഓർത്തത്. അതുവരെ മൊത്തം പൊടി ഇടിച്ചുണ്ടാക്കുമായിരുന്നു. രാവിലെ ജോസാൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. വെള്ളം ഇപ്പോൾ എന്നും വരാറില്ല, 3-4 ദിവസം കൂടുമ്പോഴേ വരാറുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളം വന്നു. ഹാൻഡ് വാഷ് ചെയ്യാനൊക്കെയുള്ള കഴുകിയതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ 2-3 ചുരിദാറും ഉണ്ട് കേട്ടോ, കഴുകിയിട്ടതാണ്. ഞാൻ ഇന്നും കൊല കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാം തുണി കിടക്കുന്നുണ്ട്. ഇല്ലെന്നേ, ഞാൻ ഇല്ലാതെ എടുത്തോളാം. അത് എന്തിനാ ഇവിടെ വെച്ചേക്കുന്നേ? അല്ലെങ്കിൽ ഇത് എടുത്തിട്ടും കൊണ്ടുപോക്കാം. വീടിന്റെ ഫ്രണ്ടിൽ അവിടെയും കറയാവോ? തുണി വീഴാതെ ഞാൻ ചെയ്താ പോരേ. ഞാൻ കൊണ്ടുവന്നപ്പോ ഇവിടെ കിട്ടുന്നേ ഇല്ല. ചിരി വീണാ മതി. എന്റേതൊന്നും ഇല്ല. എന്റെ 2 ഇതെല്ലാം ഇന്ന് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരിച്ചേ ആ തറ നീ ഒന്ന് നാളെ നോക്കണേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അയ്യോ, ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്ന്. കാരണം ആ ഫുൾ കൊല ഞാൻ പൊക്കി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഡേറ്റ് മാറിപ്പോയതാണെന്ന് തോന്നി. ഏതോ ഒരു ഫോൾഡറിലുണ്ട് ആ വീഡിയോസ്. ഇത് ചെയ്തു വന്നപ്പോഴാണ് ഓർത്ത, അയ്യോ അതായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോ. ഇന്നലത്തെ ജോസന്റെ ജോലിയായിരുന്നു നമ്മുടെ കൂളർ കഴുകി, കൂളറൊക്കെ ഫ്രീസർ കഴുകി വൃത്തിയാക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറിയൊക്കെ കൂടുതൽ കിട്ടുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇത് ഫ്രീ ആയി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്കയൊക്കെ ഇതിനകത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത് കേട്ടോ. ചക്ക, മാങ്ങ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാം. പക്ഷെ അകമൊക്കെ അഴുക്കായല്ലോ. കളറ് നാരങ്ങയുടെ കളർ ഇറങ്ങിയതാണോ നീര്. ഇതിൻ്റെ അകത്തെ ഈ കളറ് കണ്ടിട്ട് ഇത് ഓൾറെഡി ഉള്ളതല്ല. നല്ല വൈറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ നേരത്തെ ഒരു വ്ളോഗിൽ വീട്ടിൽ പോയപ്പം കമ്പിളി നാരങ്ങ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇതിനകത്തായിരുന്നു വെച്ചിരുന്നത്. അതിനകത്ത് പൊട്ടിയതും ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ ഞാൻ നോക്കിയാൽ വെച്ചത് ഇടയ്ക്കെങ്ങാണോ ആയതായിരിക്കും. അതിൻ്റെ നീരിറങ്ങിക്കിടന്ന് നാരങ്ങ എടുത്തു കഴിഞ്ഞിട്ടാണ് കണ്ടത് ആ കളർ വ്യത്യാസം. അത് പക്ഷെ പോകുന്നില്ല എത്ര കഴുകിയിട്ടും. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് മേടിക്കുക. ഇതിൻ്റെ പലതുണ്ട്. ഇത് എത്ര ലിറ്റർ ആവശ്യം? 100 140ൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് വീതി കിട്ടും. വലിയ പാത്രങ്ങളൊക്കെ വെക്കാനും. തട്ട് ഇടയ്ക്ക് 2-3 തട്ടായിട്ട. ഇത് ഒരു തട്ടേ ഉള്ളൂ. ഞാൻ കണ്ടതാണ് ഇതിൻ്റെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗില് ജോസൻ കാല് പൊക്കിയേ ഇരിക്കത്തുള്ളൂ, ഞാൻ കിഴക്കൂന്ന് പറഞ്ഞപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു. കാലിങ്ങനെ നീട്ടി വെച്ചേക്കുന്നതിനാ ഞാൻ പറഞ്ഞത്. അതിനല്ല, ഇരിക്കുന്ന രീതി ഞാൻ കാണിക്കാം. ഒന്ന് ഈ കസേര പൊക്കി ഇതിന്റെ 2 കാലും പൊക്കി ഈ ബാക്കിലെ 2 കാലയിലൊരു ഇരുത്തമുണ്ട്. എപ്പോഴാ കസേര ഒടിഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല. മൂടിടിച്ച് താഴെ കിടക്കും. ഇവിടെ ഒന്നാമതേ ഭയങ്കര ചൂട്. അതിനിടയ്ക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കസ്കസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടേക്കുവാണേ. കസ്കസ് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് എന്നൊക്കെ പറയുമല്ലോ. നമ്മുടെ ശരീരത്തിന് വേണ്ട സംഭവമാണ് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ. അപ്പോൾ ഇത് പ്രീബയോട്ടിക് ആണ്. ഈ കസ്കസിൻ്റെ വഴുവഴുപ്പ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. കസ്കസ്, അതുപോലെ വെണ്ടയ്ക്ക, ഇതിൻ്റെയൊക്കെ വഴുവഴുപ്പ്. അപ്പോൾ ഇത് പ്രീബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് നമുക്ക് അധികം ഫുഡിൽ നിന്ന് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് ഇപ്പോൾ ധാരാളം വരുന്നുണ്ട് കേട്ടോ. ഈവൻ എലമെൻസിൽ തന്നെ ഇപ്പോൾ പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻ്റ് ടാബ്ലറ്റ് ഉണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ ധാരാളം വാങ്ങാൻ കിട്ടും പ്രോബയോട്ടിക്. അതായത് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് എനിക്കും അറിയത്തില്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ, ദഹനത്തിന് ആവശ്യമായ നല്ല ബാക്ടീരിയകളാണ് പ്രോബയോട്ടിക് കൊണ്ടുണ്ടാവുന്നത്. അത് നല്ല രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് പ്രോബയോട്ടിക് നമ്മുടെ ബോഡിയിൽ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രീബയോട്ടിക് ആണ് കസ്കസ് എന്ന് പറയുന്നത്. പറയാ എന്തോ ചെയ്യുന്നതെന്ന്. നാരങ്ങ വെള്ളത്തിന് നാരങ്ങ വീഴുകയെന്ന് പറ. എല്ലാം പറഞ്ഞില്ലോ, പിന്നെ എന്തിനാ ഞാൻ പറയും? എങ്കിലും പറ, ഞാൻ നാരങ്ങ വെള്ളത്തിന് നാരങ്ങ വീഴുവാണ് എന്നൊക്കെ പറയണം.
പണ്ടത്തെ ജോസേന്റെ സ്ഥലം, കുത്തിയിരിപ്പ് സ്ഥലം. ഇവിടെ ഇരിക്കാൻ ഒക്കത്തില്ലടാ, ഇപ്പൊ ഈ ഷെൽഫ് വന്നത് പിന്നെ കുറച്ച് നാളും കൊണ്ട്. നല്ല ടേസ്റ്റ് ആയത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടോ? ഉപ്പിട്ടോ? അല്ല, വേറെ ഒരു സാധനം ഉണ്ട്. എന്തിയടാ ഉപ്പ് അവനാണോ അറിയാവുന്നേ? ഉപ്പ് ഒരുപാട് ഇടരുത് കേട്ടോ, ശരിയാവും. ഇത് മൗണ്ടൻ ഡ്യൂ ആണ് കേട്ടോ. സ്പ്രൈറ്റോ അങ്ങനെയൊക്കെയുള്ള സാധനം ഒഴിച്ചാണ് ഇവിടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സോഡ ഇല്ല, തീർന്നു പോയി. അതിന് പകരമാണ് ഇത് ഒഴിച്ചേക്കുന്നത്. അത് അത്രയും പോരല്ലോ 3 പേർക്ക്, കുറച്ചുകൂടെ വേണം. മിക്സ് ചെയ്യാൻ പറ്റും. നാരങ്ങയുടെ ഇതിന് ചെറിയൊരു കയ്പുണ്ട്. എടാ നിനക്ക് ഇത് ഇഷ്ടപ്പെടും, നീ ഇന്ന് കുടിച്ചോ. ചേച്ചി കുടിച്ചേ. അല്ല, പക്ഷെ ഗോലി സോഡയോ സാധാ സോഡയോ കുറച്ചുകൂടെ നല്ലത്. അത് പിന്നെ അങ്ങനെ ചെയ്യും, സോഡ നാരങ്ങ കേട്ടിട്ടില്ല. അതിനോട് വാടാ, നീ ഇന്ന് കൊള്ളാന്ന് പറഞ്ഞ് വെട്ടി വെച്ചേല്ലേ, പിന്നെന്തുവാ? മുടിക്കെന്തോ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഉണക്കമീൻ ഇടണോ? ഞാനിത് അവിയൽ വെക്കാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ വെക്കണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉണക്കമീൻ എടുത്തതാ കടയെന്ന്. ഇവിടെ മറ്റേ മാന്തല, അത് കൊള്ളത്തില്ല. 2 എടുത്തോണ്ട് വാ കേട്ടോ. 2 കവർ എടുത്തോണ്ട് വാ. ഞാനെങ്കിൽ ഇതെല്ലാം കൂടെ എടുത്തതേ ഇതൊരു അവിയൽ പോലെ കഷ്ണങ്ങളെല്ലാം കൂടി ചെയ്യാൻ. അന്നേരം ജോസാൻ പറയുന്ന ഈ കായും, അത് പക്ഷേ ഏത്തക്കായാണ് വേണ്ടത്. ഏത്തക്കായും ചേമ്പൂടൊക്കെ ഇട്ട് ഉണക്കമീൻ കറി വെക്കത്തില്ലേ, അപ്പം അങ്ങനെ വെക്കാൻ. അപ്പം പ്ലാൻ മാറ്റി അങ്ങനെ വെക്കാൻ പോവാം. ഞാൻ അവിയൽ വെക്കാന്ന് വിചാരിച്ചു. അന്നേരം ജോസാന് ഉണക്കമീൻ ഇട്ട് കറി വേണം. അത് പച്ച അരച്ച് തേങ്ങ അരച്ച് വെക്കുകയും വേണം. അല്ല, ഞാൻ അല്ലാതെ മുളക് കറി വെക്കുന്ന കണക്ക് വെക്കാനാ. അതിന് ഉണക്കമീനല്ല, അത് പച്ച അരച്ച് വെച്ചാലേ ടേസ്റ്റ് ഉള്ളു. ചേട്ടാ ഇത് പച്ച അരച്ച് വെച്ചാലേ ജോസൻ അല്ലാതെ തന്നാ പോരെ. അത് രുചിക്കത്തില്ല. രുചിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? പച്ച തേങ്ങ ഇങ്ങോട്ട് അരച്ച് പച്ചമുളക് കീറിയിട്ട് അങ്ങനെ അങ്ങോട്ട് വെച്ചു നോക്ക്, അതാ രുചി. അല്ലാതെ വെക്കും ജോസ, മുളകിട്ട് കുടംപുളി ഇട്ട് മീൻകറി വെക്കുന്ന കണക്ക്. ഇത് ഇങ്ങനെ ഒന്ന് വെച്ചു നോക്ക്. കായം ഇത് ഒരു കാര്യം ചെയ്യ്, തേങ്ങ തിരുമ്മിത്ത തേങ്ങ തിരുമ്മിത്ത മെഷീൻ മേടിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ഇനിയിപ്പോ നാളെ പറയും ഇവിടെ എല്ലാം മറ്റേ ഫുഡ് വെക്കാനും മിഷൻ അതുണ്ടെങ്കിൽ നല്ലതാടാ. ഒരു അരമുറി തേങ്ങ തിരുമുന്നതിനാണ് തേങ്ങ തിരുമുന്ന മെഷീൻ. തേങ്ങ വറുത്തരച്ച് വെച്ചാ മതിയോ? നല്ല രുചിയാ. ഞാൻ അങ്ങനെ വറുത്തരച്ചൊന്നും കൂട്ടിയിട്ടില്ലേ, എനിക്കറിയില്ല. ജോസാനാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. വറുത്ത മതിയെങ്കിൽ തേങ്ങ വറുത്തത് എൻ്റെ കയ്യിലുണ്ട്. കൊള്ളത്തില്ലേ ജോസാന്ന് എന്തു പറയുന്നേ? വറുത്ത തേങ്ങ വെച്ച് ഉണക്കമീനിട്ട് ചുമ്മാതെ വെറുതെ തേങ്ങ തിരുമാനുള്ള മടി കൊണ്ട് പറയുന്നേ കേട്ടോ. ഉച്ചത്തെ നാട്ടുകാര് കാണുന്നതിരി ചിന്ത വേണം കേട്ടോ. ഞാൻ ചെയ്തേനെ, സത്യമായിട്ട് ഞാനിപ്പോ ചെയ്തേനെ. തേങ്ങ തിരുമ്മി തരാൻ പറഞ്ഞതിനാണ് ഫ്രിഡ്ജ് തുറന്നപ്പം അതിനകത്ത് വറുത്ത തേങ്ങ ഇരിക്കുന്നു. അത് കണ്ടിട്ടാണ് പറഞ്ഞത് വറുത്ത തേങ്ങ മതിയെന്ന്. അത് തിന്നു തീർക്കാനല്ലേ. അപ്പൊ ഞാൻ ആദ്യം നമ്മൾ കുടംപുളി ഇട്ട് മീൻകറി വെക്കത്തില്ലേ, ചുമന്ന മീൻകറി, അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. അപ്പോൾ ജോസാൻ അത് വേണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിലെ അമ്മ തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പച്ച ഏത്തയ്ക്ക, ചേമ്പും വിത്തുണ്ടെങ്കിൽ ചേമ്പ്, ഉണക്കമീനെ ഇതൊക്കെ ഇട്ട് മുളകരച്ച് കറി വെക്കും. നല്ല ടേസ്റ്റാണ്. ഉണക്കമീനിടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ബേക്കറി വണ്ടി വന്നതാണ് കേട്ടോ. ഇടയ്ക്ക് ഓരോ ദിവസവും, ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ വണ്ടികൾ കാണും. ബേക്കറിയുടെ വണ്ടി, പിന്നെ ഈസ്റ്റേണിൻ്റെ വണ്ടി,
അൽബേക്കറികളുടെ വണ്ടി തന്നെ ഒരു 3-4 വണ്ടികളുണ്ട് ഓരോ ദിവസമായിട്ട്. അപ്പോൾ ഇത് ഉണക്കമീൻ കടയിൽ വെച്ചിരിക്കുന്നതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ. കടയിൽ ഉണക്കമീൻ വെച്ചേ പിന്നെ ഇപ്പോൾ ഇത്തിരി ഉണക്കമീൻ തീറ്റ കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ഉണക്കമീനും ചമ്മന്തിയും അതൊരു പ്രത്യേക വികാരമാണ്. അത് എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണക്കമീനും ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഉണക്കമീൻ തീറ്റ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കറി വെക്കാമെന്ന് വിചാരിച്ച. കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത്തിരി കൂടുതലായി പോയി. ഞാൻ ആദ്യം അവിയൽ വെക്കാനാണല്ലോ എല്ലാം എടുത്തത്. അപ്പോൾ പിന്നെ ക്യാരറ്റൊക്കെ അങ്ങ് എടുത്ത് വെച്ചു. ബാക്കി കഷ്ണങ്ങൾ എന്തായാലും അരിഞ്ഞു വന്നപ്പോൾ ഇത്തിരി കൂടിപ്പോയി. പിന്നെ വിചാരിച്ചുവെങ്കിൽ മാറ്റണ്ട, അങ്ങ് ഇട്ടേക്കാന്ന്. നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്, വേറെ ആരും പുറത്തുനിന്നൊന്നും ഇല്ലല്ലോ കുറ്റം പറയാനോ. അല്ലെങ്കിൽ എന്താണ് പണ്ടുള്ളവർ പറയും, സാമ്പാറിൽ മുങ്ങിത്തപ്പണം കഷ്ണം കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞ കണക്ക് ഇത്രയും കഷ്ണത്തിനകത്ത് ഒരു 10 ഉണക്കമീൻ ഇട്ടാൽ കാണാൻ പോലും ഇല്ല. എങ്കിലും ഞാൻ വിചാരിച്ചു സാരമില്ല, ഉണക്കമീൻ്റെ മണം മതിയല്ലോ ബാക്കി കഷ്ണങ്ങൾക്ക്, അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ചിന്തയോടെയാണ് ഇട്ടത് കേട്ടോ. ചേമ്പുണ്ട്, കായുണ്ട്, പിന്നെ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു. അത് നല്ലൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കമീൻ ഇത്തിരി കൂടുതൽ ഇടുന്നതാണ് നല്ലത്. എൻ്റെ കുറവായതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ടെന്നേ ഉള്ളൂ. ആദ്യം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ഒരു 3/4 ഭാഗം വെന്ത ശേഷമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. തേങ്ങ ഞാനിത്തിരി കുറച്ചാണ് എടുത്തേക്കുന്നത്. കാരണം ഓൾറെഡി ചേമ്പ് ഉടയുമ്പോൾ നല്ല കൊഴുപ്പ് കാണും. അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിത്തിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത്തിരി കൊഴുപ്പിനായിട്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ കറി വെക്കുന്നുണ്ടെന്നൊന്ന് പറയണേ. നമ്മുടെ പച്ചത്തേങ്ങ അരച്ച കറിയില്ലേ, മീൻ കറിയില്ലേ, പച്ച മീൻ കറി തേങ്ങ അരച്ച് വെക്കത്തില്ലേ, അതിൻ്റെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ അരപ്പിനും എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ചേമ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ചേമ്പും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നമ്മുടെ മതിലിൻ്റെ പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. ആ പപ്പായ ഞാൻ കാണിച്ചിട്ടില്ലേ അവിടെ. അപ്പോൾ അവിടുന്ന് ചേമ്പ് കിളച്ചെടുത്തതാണ്. കുറേ വിത്തുണ്ടായിരുന്നു കേട്ടോ, നല്ല വിത്തായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഒരു തക്കാളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് ഇട്ടതാണ്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പിട്ടു. പിന്നെ ഈ മാങ്ങയെന്ന് പറയുന്നത്, ഞാൻ ഈ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോഴേ ആ മാങ്ങാണ്ടിയിടോ ചേർന്നിരിക്കുന്നത് അച്ചാറിനകത്ത് ഇടത്തില്ല. അത് അന്നേരം ഒത്തിരി അങ്ങ് കുഴഞ്ഞതുപോലെ ആവും. അപ്പം നല്ല പൂള് മാത്രമേ ഞാൻ അച്ചാറിന് എടുക്കത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ മാങ്ങയുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ വരെ യൂസ് ചെയ്യാനുള്ള പച്ചമാങ്ങ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ളത് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. പല വീഡിയോയിലും ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. പ്രത്യേകിച്ച് നാടൻ മാങ്ങയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന മാങ്ങാച്ചാർ ഇടുവാണെങ്കിൽ വെയിറ്റ് നമുക്ക് കൂടുതൽ കിട്ടും. അതിന് മാങ്ങാണ്ടി കുറവാണ്. ചിലത് വലിയ മാങ്ങയാണെങ്കിലും അതിൻ്റെ മാങ്ങാണ്ടി മൂത്തിട്ട് പോലും കാണില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ചർച്ചിലേക്ക് കൊടുക്കാനായിട്ട് എടുത്തത് നാടൻ മാങ്ങയാണ്, അടുത്ത വീട്ടുകളിൽ നിന്ന് എടുത്ത മാങ്ങയാണ്. അതിന് മാങ്ങാണ്ടി കൂടുതലാണ്, മാംസം കുറവാണ്. അപ്പോൾ അത് നമുക്ക് അച്ചാർ കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞ ശേഷമാണ് മാങ്ങ, തക്കാളി, ഉണക്കമീനൊക്കെ ഇട്ടത്. കാരണം ഉണക്കമീൻ അല്ലെന്നുണ്ടെങ്കിൽ വെന്ത് പോകും. ഇങ്ങനെ ഉണക്കമീൻ ഇട്ട് കറി വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പിടുമ്പോൾ കേട്ടോ. കാരണം ഓൾറെഡി മീനും നല്ല ഉപ്പുണ്ട്. എങ്കിലും ഞാൻ ആ മീൻ ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ടിരുന്നു. അതിൻ്റെ ഉപ്പ് അത്യാവശ്യം നന്നായിട്ട് പോയ ശേഷമാണ് കറി വെക്കാനായിട്ട് എടുത്തത് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടിയേനെ. കാരണം ഞാൻ ഉപ്പിടുമ്പോൾ ഇത് ഓർത്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ലാസ്റ്റിൽ കടുതാളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ട് ലാസ്റ്റിൽ കളറിന് വേണ്ടി ഇത്തിരി മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് അതിനകത്തിട്ട് ഒഴിച്ച് ഇളക്കി അടച്ച് വെച്ചു. നല്ല കറിയാണ് കേട്ടോ. തുറക്കുമ്പോഴേ ഉണക്കമീൻ്റെ ഒരു മണം വരും. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ലഗേജിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അരിഞ്ഞു വന്നപ്പോൾ കൂടിയതും കൊണ്ട് അങ്ങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം തോരൻ വെക്കാനായിട്ട് ഇത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ പ്ലാൻ ചെയ്ത അവിയലും തോരനുമായിരുന്നു കേട്ടോ. തോരൻ വെക്കാനായിട്ട് പയറാണ് എടുത്തിരിക്കുന്നത്. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കട്ടിക്കൂട്ടണമല്ലോ. അപ്പോൾ പയറിനകത്ത് കുറച്ച് കൊച്ചുള്ളിയല്ല വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പി പറയേണ്ട ആവശ്യമില്ലല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിന് ശേഷം അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അടച്ചു വെച്ച് ഒരു ആവി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇച്ചിരി ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്, വറുത്ത് പൊടിച്ച ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം, അതും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. പയർ തോരൻ റെഡി. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്.
അപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, എന്തു പറ്റി? കാരണം സ്റ്റാറ്റസ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റാറ്റസ് ഇടുവാന്നേ, എല്ലാം ഇതുപോലെ എനിക്ക് സ്റ്റാറ്റസ് ഇടാനുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചവരെല്ലാം സൂപ്പറാണ്, അങ്ങനെ നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണല്ലോ ഇടാനുള്ളത്. അതിനെ കണ്ടിട്ട് ആർക്കും ബോറടിക്കണ്ട എന്നുള്ള ചിന്തയോടെയാണ് ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഇടാത്തത് കേട്ടോ. അപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് എനിക്ക് ഇപ്പം എൻ്റെ റെയിൽവേൻ്റെ നമ്പർ ഉണ്ടല്ലോ, മെസ്സേജ് ഇട്ട് തിരക്കാറുണ്ട്, എന്ത് ചെയ്യാൻ ഒന്നുമില്ലല്ലോ, സ്റ്റാറ്റസും കാണുന്നില്ല, സുഖമില്ലേ, പിന്നെ ചിലർ ഫോൺ ചെയ്ത് തിരക്കിയിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ. കാരണം കുറച്ച് നാൾ എന്നെ അടുപ്പിച്ച് മറ്റേ ഒന്നട വിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ വീഡിയോ ഇടുന്നതിൽ ഇത്തിരി മടി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരാഴ്ച വീഡിയോ കണ്ടില്ലെന്നുണ്ട് എല്ലാവരും തിരക്കാറുണ്ട്. എന്ത് ഈ അച്ചാറ് വരവാന്ന് പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല. വരവാണ്. ഞാൻ പറഞ്ഞ ചേച്ചി ഉണ്ടാക്കിയതാണ്. ജോസൻ പറയാ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. ജോസൻ എന്തും പറഞ്ഞൂടെ? കഴിക്കടാ നീ. നിനക്ക് മെഫിൻ കഴിക്ക്, ബാക്കി പിന്നെ ചെയ്യാം. മാങ്ങ സൂപ്പറാ. ഞാൻ മാങ്ങ ഇപ്പഴേ തിന്നേ. അപ്പം ഞാനൊരു അച്ചാർ കഥ പറഞ്ഞില്ലേ മാങ്ങയുടെ, അപ്പോൾ ആ മാങ്ങ അച്ചാർ ഇച്ചിരി ബാക്കിയുള്ളത് ഇരുന്നതാണ് കേട്ടോ. അതിൻ്റെ കാര്യമാണ് ജോസൻ പിള്ളേരെ പറ്റിക്കാൻ നോക്കിയതാണ്. സെഫിന് ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി തരാമെന്നും പറഞ്ഞ് അവനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായില്ലേ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കഴിച്ചിട്ട്. സ്കൂളിൽ പോയത് പിന്നെ പിള്ളേർക്ക് ശേഷം മാങ്ങാച്ചാർ ഇടുന്നേ, 1 വർഷമെങ്കിലും ആയി. എത്രയൊക്കെ അച്ചാറിട്ടാലും മാങ്ങാച്ചാറിന് ഒരു പ്രത്യേകതയാണ്. എനിക്കും ഏത് അച്ചാറിനേക്കാളും ഇഷ്ടം മാങ്ങാച്ചാർ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാ? നോൺ വെജും വെജും കമ്പയർ ചെയ്യുമെന്ന് എനിക്ക് മാങ്ങയാണ് ഇഷ്ടം. എനിക്ക് നോൺ വെജ് ആണെങ്കിൽ ഇതാണ് ബീഫ്. എനിക്ക് ബീഫും മീനും ഇഷ്ടം. വെജ് ആണെങ്കിൽ വെജ് ആണല്ലോ. ബീഫ് എന്നുവെച്ചാൽ കറി വെക്കുമ്പോ ബീഫ് അത്ര ഇഷ്ടമല്ല. എന്നാലും അച്ചാർ ഇടുമ്പോ അതിനകത്ത് കട്ടിയായിട്ടിരിക്കുമല്ലേ, അത് കടിച്ചു കഴിയുമ്പോ വേറൊരു ടേസ്റ്റ്. എനിക്കറിയാം ഞാനിടുന്ന വ്ളോഗുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്ന വീഡിയോകൾ ഭയങ്കര വീഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ എഡിറ്റിംഗ് സൂപ്പർ അങ്ങനെയൊന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. കാരണം ഇതിനേക്കാളും നല്ല ക്ലാരിറ്റി വീഡിയോസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എങ്കിലും എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനും ധാരാളം പേര് കാത്തിരിക്കുന്നു. വീട്ടിൽ രംഗത്തെ പോലെ എന്നെ നോക്കിയിരിക്കുന്ന അനേകം പേരുണ്ട്. ഓരോ ദിവസവും ചാനൽ സെർച്ച് ചെയ്ത് നോക്കുന്നവരുണ്ട് വീഡിയോ കിട്ടുമെന്ന്. അവർക്കൊക്കെ ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അങ്ങനെ ഉണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് വരാം എന്ന പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.